നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ എവിടെയില്ലേ? നമ്മുടെ സ്വന്തം നാട്ടിലെ അതെ, നെടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമ്മൾ സ്വന്തം നാട്ടിൽ നമ്മളെ കുറച്ച് അടുത്ത് തന്നെ നെടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നെടുകുളം പാർക്കിലാണ് ഉള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു പുഴയോട് ചേർന്നിട്ടുള്ള ഒരു പാർക്കാണ്. അത്യാവശ്യം വൈകുന്നേരമൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുഴയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ അനുഭവം ഞാൻ പറയുന്നതാണ്. ഈ ഒരു പുഴയിലേക്ക് ഈ സമയം വന്ന് ഇരുന്നിട്ട് ഈ പുഴേൻ്റെ അടുത്തുള്ള ഈ പാർക്കിൽ വന്ന് ഈ സമയം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ നാടിനും ഈ പുഴയിനും ഈ പാർക്കിനും ഒരു ബന്ധമില്ലാത്തവരെ ഉണ്ടാവുക. ഇല്ല, ഈ ഇപ്പോൾ ഈ ഞങ്ങൾ വന്ന വഴിയിലോട്ടെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ഇന്നത് ഒരു പാർക്കിലേക്കാന്നുള്ളതിന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവേ ഇല്ല. അതെന്റെ അനുഭവം ഞാൻ പറയാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇങ്ങനത്തെ ഒന്ന് ഒളിഞ്ഞു നിൽക്കുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും ഇതൊരു ഹിഡൻ ഒരു നല്ല പാർക്കാണ്. ശരിയാ. ഇവിടെ ചെറിയൊരു ഒറ്റൊരു ചായ എല്ലാം സ്നാക്സ് എല്ലാം കുടിക്കുന്ന ഒരു കടയുണ്ട്. പിന്നെ ഒരറ്റത്തില്ലല്ലോ, അങ്ങേറ്റുണ്ട് ഇങ്ങേറ്റുണ്ട്. അതെല്ലേ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈകുന്നേരം വന്നിരിക്കാനുള്ള. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, അക്കരയുണ്ട് ഇക്കരയുണ്ട്. അതെല്ലാം പുഴക്കം ഉണ്ടാവില്ലേ? ശരിയപ്പാ, നീ അക്കരയില്ല ഇക്കരയില്ലാത്ത ഒരു പുഴ പറഞ്ഞോട്ടെ. അതേപോലെ ഇതിനുണ്ട്, ഞാൻ പറഞ്ഞ ഇതിന് അക്കരയുണ്ട് ഇക്കരയുണ്ട്. ശരിയാ, അങ്ങനെ പല വട്ടത്തിലും പറഞ്ഞാട്ടെ ഇല്ലല്ലോ. അതെ. അപ്പോ നമുക്ക് ഈ പാർക്ക് പരിപാടി ഇന്ന് നമ്മളെ ഡേയിലെ കുറച്ച് സ്പെഷ്യൽ മൊമെന്റ്സ് ആണ്. സ്പെഷ്യൽ മൊമെന്റ്സ് ഒന്നുമില്ല, പല്ല് ക്ലീൻ ചെയ്യാൻ പോയി. പറയണോ? പറഞ്ഞു. അതായത് ഞാൻ എൻ്റെ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി. പല്ല് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ, അതായത് ഞങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള ഇതിൽ പോകുന്നതല്ല. അതായത് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പല്ല് ക്ലീൻ ചെയ്യാൻ വരാമോ ചോദിച്ചു. അങ്ങനെ പോയി. ഞാനല്ല പോയത്, ഹസ്ബൻഡും അമ്മയും. അപ്പൊ അവർ ഇറങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു വണ്ടിയിൽ വലിഞ്ഞു കയറി എന്ന് പറയണം. അങ്ങനെ കയറി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ എന്തായി, എൻ്റെ പല്ല് നോക്കി. അപ്പോൾ അവർ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യും, സീനിയേഴ്സ് കൺസൾട്ട് ചെയ്യും. അപ്പോൾ അവർ പല്ല് ചെക്ക് ചെയ്തിട്ട് വന്ന്, അയ്യോ നല്ല പല്ലാണല്ലോ, ക്ലീൻ ചെയ്യാനൊന്നുമില്ലല്ലോ. അതായത് സിഗരറ്റെങ്കിലും വലിക്കുന്നുണ്ടെങ്കിൽ അതെങ്കിലും ഒന്നും ക്ലീൻ ചെയ്യണമെന്നില്ലല്ലോ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു സോറി പറഞ്ഞിട്ട് വിട്ടു. ഞാനും കുഴപ്പമില്ല പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്തു, ഇവിടെ നോക്കി ഫുള്ള് കച്ചറ. അതുകൊണ്ട് എന്തായി, എന്നെ കിട്ടിയില്ലെങ്കിൽ എന്നാ അവർക്ക് ഒരു ആളെ കിട്ടിയല്ലോ, ഒരു പേഷ്യന്റിനെ കിട്ടിയല്ലോ. അങ്ങനെ നമ്മൾ പല്ലെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ എൻ്റെ ഫുൾ പൽ കച്ചറയിൽ നിന്നും പറയാറേ. അത് ഞാൻ പറയാം. ഈ ഫ്രണ്ടിലെ താഴെയുള്ള 3 ടീത്തില്ലേ, അതെന്ന് വെച്ചാൽ ക്രൗഡഡ് ടീത്താണ്. അപ്പോൾ ആ സമയം എന്ത് വരുന്നത് വെച്ചാൽ, അകത്ത് ഒരു സാധനം എന്തോ ഒന്ന്, ഇന്ന് അതിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, ഇപ്പം എനിക്കതിൻ്റെ ഓർമ്മ കിട്ടുന്നില്ല. ഇന്ന് തന്നെയാണ് സംഭവം, പക്ഷെ എല്ലാം മറന്നുപോയേ. അപ്പോൾ അത് എന്ന് വെച്ചാൽ അതിങ്ങനെ മെല്ലെ മെല്ലെ വരുമ്പോഴും വന്നിട്ട് പല്ലും അത് ഒരുപോലെ യോജിച്ചു. ചിലർക്ക് വെച്ചാൽ ഭയങ്കര ഒരു മാതിരി ഇതിൻ്റെ, അതായത് മിനിമലായിട്ടുണ്ടായിട്ടുണ്ട് എൻ്റെ ഈ ഒരു 3 പല്ലിൻ്റെ എടുക്കാം. അപ്പോൾ അവരത് പറഞ്ഞു, അത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അത് വീണ്ടും വീണ്ടും വികസിച്ച് അധികമായിട്ട് വന്നിട്ട് എന്നിട്ട് അതിൽ നിന്ന് ചോര വരാൻ തുടങ്ങും. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ചോര വരുന്നില്ലേ, അങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ ആ ചോര വന്ന ശേഷം മോണയിൽ എഫക്റ്റ് ചെയ്തിട്ട് മൊത്ത പല്ലും എടുത്ത് കളഞ്ഞ് നമ്മൾ ഈ സെറ്റ് പല്ലോ ഇല്ല മറ്റേ വേറെ ഒന്നും കൂടി ഇല്ല, റൂട്ട് കണല, ഈ സ്ക്രൂ ഇട്ട് ഞാൻ ഇന്ന് ചിത്രത്തിൽ കൂടെ കണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോർമൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്ത നെയിംസ് അല്ല, അപ്പോൾ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കെല്ലാം പോകുമ്പോൾ തുടക്കത്തിൽ തന്നെ അറിഞ്ഞു. അതായത് അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഇതൊരു ബ്ലീഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പല്ലിൽ. അപ്പോൾ ഇല്ലെങ്കിൽ ചില ബ്ലീഡിങ് എല്ലാം വന്നിട്ടെങ്കിൽ ഇതെല്ലാം അങ്ങനെ പോവാണ്ട് പിന്നെ മോണിൽ എഫക്ട് ചെയ്യുന്നില്ല പറഞ്ഞു. ശരിക്കും നന്നായി ഞാൻ ഇന്ന് അങ്ങനെ പോകാൻ തീരുമാനിച്ചത്. കാരണം ഒന്നുമില്ലെങ്കിൽ അത് നോക്കിയല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിച്ച് നമ്മളത് ക്ലിയർ ചെയ്തു. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളെ പല്ലായാലും നമ്മളെ ബോഡി ഒന്ന് ചെക്കപ്പ് പോകുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അല്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ റൂട്ടീൻ ചെക്കപ്പ് ശരിക്കും പറഞ്ഞാൽ നല്ലതാ. ശരിക്കും എൻ്റെ വെച്ചാല് നേരെ വണ്ണുള്ള പല്ലൊന്നുമില്ല, മുകളിലായാലും അങ്ങനെ തന്നെയാ. അല്ല ശരിക്കും ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നമ്മളെ ബോഡിക്ക് റൂട്ടീൻ ചെക്കപ്പ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതല്ല. അതിൽ ഡേ കെയർ ഒക്കെ, അതായത് ഔട്ട് പേഷ്യൻ്റ് OP ഒക്കെ കവർ ചെയ്യുന്ന ടൈപ്പ് ഇൻഷുറൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് എമർജൻസി സിറ്റുവേഷനിലെല്ലാം ഭയങ്കര ഉപകാരമായിരിക്കും.
കാരണം പെട്ടെന്ന് ആയിരിക്കും എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. പല്ലിന് ഇൻഷുറൻസ് ഉണ്ട്. പല്ലിനുണ്ട് നമ്മളെ ഇൻഷുറൻസ് കവറേജ് അതൊന്നും അറിയാം. അതെ, നമ്മളെ ഇൻഷുറൻസിൽ പല്ല് കവറാന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ഇതൊക്കെയുണ്ട്, എന്താ പറയുക, OP ഒക്കെ കവറാണ്. നമുക്ക് അഡ്മിറ്റ് ആയിട്ടില്ലെങ്കിലും നമ്മളെ ഇൻഷുറൻസിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ കവറാവാന്നില്ല മൊത്തത്തിൽ ഞാൻ നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇന്നത്തെ പല്ലിൻ്റെ പെട്ടു അത് നോക്കണം ശരിക്കും. അത് എന്തായാലും കവർ ചെയ്യുന്ന ടൈപ്പ് ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. അമ്മ എനിക്കറിഞ്ഞൂടാ. പിന്നെ എൻ്റെ ഫ്രീ ആയിരുന്നു. ഫ്രീ അതെ, അത് ആദ്യം പറഞ്ഞല്ലോ, സ്റ്റുഡൻസിന് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ അതിനെന്നാ കുട്ടിയൊക്കെ എൻ്റെ പല്ല് ക്ലീൻ ചെയ്യാൻ ഞാൻ കൊടുത്തു. അതെ, കാരണം അങ്ങനെയല്ലേ അവർ പറഞ്ഞിട്ട് നല്ല എക്സ്പീരിയൻസ് ആവും. കാരണം ചിലവർ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ആരായാലും നമ്മളതിൽ ഏത് ഇതിലും എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നല്ലോ. ഇങ്ങനെ പഠിച്ചിട്ട് ഇപ്പൊ നമ്മൾ വ്ളോഗിങ് ആയാലും നമ്മൾ പുതുതായിട്ട് തുടങ്ങിയല്ലേ. അതെ, അതിനെ കൊണ്ട് എന്താ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ആൾക്കാർ അപ്പുറത്തുള്ളതുകൊണ്ട് അപ്പുറം പോയിട്ട് വ്ളോഗ് എടുക്കുന്നില്ല. ആരും ഇല്ലാത്ത ഇവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അത് ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇങ്ങനെ പബ്ലിക്കിൽ സംസാരിക്കാൻ പറ്റിയത്. മിക്കവർക്കും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് മാത്രമല്ല. അങ്ങനെ പബ്ലിക്കിൽ സംസാരിക്കാനൊരു മടി. പിന്നെ എനിക്കില്ല, നീ വേറെ ടൈപ്പ് അല്ലേ. പിന്നെ നമ്മൾ പറയുന്നത് തെറ്റിപ്പോകുന്നില്ല പേടി, നമ്മൾ പറയുന്ന എന്തെങ്കിലും ബാക്കിയുള്ളവർക്ക് മോശമായിട്ട് കാണും, അങ്ങനെയുള്ള പേടി എനിക്കുണ്ട് സത്യം പറഞ്ഞാൽ. എന്നെപ്പോലെ കുറേ ആൾക്കാരെ എനിക്കറിയാം. കാരണം ഞാൻ ഇപ്പോൾ ഉള്ള കുട്ടികളോട് ഞാൻ അധികം പറയല്ലേ, നിങ്ങൾ അതായത് എഡ്യൂക്കേഷൻ, അതായത് വിവരവും വിദ്യാഭ്യാസവും രണ്ടും മാറ്റമുണ്ട്. അപ്പോൾ കുറച്ച് വിവരവും വെക്കണം, പിന്നെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടണം, പിന്നെ കുറച്ചധികം മൾട്ടിപ്പിൾ ലാംഗ്വേജസ് പഠിക്കാൻ നോക്കണം. അത് ഞാനിപ്പം എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ പറയാം. എന്തുകൊണ്ടാണെന്നറിയാം, ഏன்னா എനിക്കിപ്പോൾ തമിഴ് தெரியும், உங்களுக்கு தெரியுமா? எல்லாருக்குமே தெரியாது. எனக்கு தெரியும், நல்லா தமிழ் தெரியும். എനിക്കും തരും. எங்க 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 கரெக்டா அப்படியே பேசிடுங்க பார்க்கலாம். കറക്റ്റ് എന്നാലും എനിക്ക് കമ്മ്യൂണിക്കേഷൻ, ഞാൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിൽ പോയാലും എനിക്ക് തമിഴ് ഞാൻ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവും. അതുപോലെ വീട്ടില് വന്ന സമയത്ത് അതുപോലെ ഞാൻ പറഞ്ഞുതരാം, കല്യാണം കഴിഞ്ഞ വീട്ടിൽ വന്ന സമയത്ത് എന്തോ ഞാൻ പറഞ്ഞു, അല്ല കോൾ ആയിട്ട് വന്നു. അന്നേരം ഫോൺ എടുത്തിട്ട് തമിഴിൽ സംസാരിക്കുന്ന കേട്ടിട്ട് ഞാൻ സംസാരിക്കുന്ന തമിഴും ഏട്ടൻ സംസാരിക്കുന്ന തമിഴും മാറ്റില്ല. അപ്പം അമ്മ പറഞ്ഞു, പണ്ട് ഇവൻ തമിഴ് സംസാരിക്കുമ്പോൾ നമ്മൾ ഇവനെല്ലാം തമിഴെല്ലാം, പക്ഷെ ഇപ്പോഴാ മനസ്സിലാവുന്നത് ഇവന്റെ തമിഴ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് അതിൻ്റെ അത് ഗ്രാമർ ഇതൊന്നും പഠിക്കണമെന്നല്ല, കമ്മ്യൂണിക്കേഷൻ വേണ്ട ലാംഗ്വേജസ്. നമുക്കിപ്പോൾ തമിഴ് പറഞ്ഞു, ഹിന്ദി, ഞാൻ ഇപ്പോൾ ഒരു ഹിന്ദി എന്താ പറയുക, തട്ടിയും മുട്ടിയും ബബ എനിക്ക് വേണ്ട കമ്മ്യൂണിക്കേഷൻ നടത്തി എനിക്ക് വേണ്ട കാര്യം സാധിക്കാൻ എനിക്കറിയാം. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ലാംഗ്വേജസ് അറിയുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ കുട്ടികളോട് അധികം ആൾക്കാരും പറയലുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ജോലി വരക്ക് വേണ്ടിയിട്ടും സ്കില്ല് ഡെവലപ്പ് ചെയ്യാമെന്ന് ഞാൻ കുറേ ആളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റിനേക്കാളും വാല്യൂ ഞാനിപ്പോൾ കാണുന്നത് സ്കില്ലിലാണ്. കാരണം ഒരാൾക്ക് സ്കില്ലുണ്ടെങ്കിൽ കയറി പോകാൻ പറ്റും. സർട്ടിഫിക്കറ്റ് വേണ്ടെന്നല്ലേ, സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വേണം. അപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇപ്പം എന്തെല്ലാം പറഞ്ഞു എവിടെയെല്ലാം എത്തിയല്ലേ. അതെ, അതാണ് ഞാൻ നിങ്ങൾ ഇതിൻ്റെ മുന്നേ വന്നിട്ട് ഞങ്ങളൊരു ബിസിനസ്സിന് ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടപ്പോൾ ഇതുപോലെ പറഞ്ഞു എവിടെയെങ്കിലും എത്തുമെന്ന് പറഞ്ഞിട്ട് ഞാൻ Q&A. അത് ശരിയാന്ന്. പക്ഷെ അതിൻ്റെയും ബാക്കി പറയാനുണ്ട്. പക്ഷെ അതിൻ്റെ ബാക്കിയെല്ലാം നമ്മൾ പറയും. അതെ, ഇപ്പം നമ്മൾ ഈ പാർക്കിനെ കാണിച്ചു തരാം കേട്ടോ. അതെ, പാർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തോളൂ. എക്സ്പ്ലോർ ചെയ്താൽ മറ്റേ ഈടും തന്നെ ക്യാമറ തിരിച്ച് കാണിക്കാത്ത ആൾക്കാരുള്ളതിൻ്റെ ഒരു ഇതാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡ് ഇൻ്റർലോക്ക് ചെയ്ത് പാർക്ക് ചെയ്യാനുള്ളതും എല്ലാം ഇതുമുണ്ട്. കുറേ മരങ്ങൾ, അതായത് നാട്ടിൽ മരമില്ല അങ്ങനെയല്ല, നല്ല രസത്തിൽ മരം, നല്ല എന്താ പറയുക, വലിയ ക്രൗഡൊന്നുമല്ല. അക്കരെ ഇക്കരെ വേറെ പുഴക്കൊന്നും അക്കരെ ഇക്കരെ ഇല്ല എന്നാ പറയുന്നേ. അപ്പോൾ നമുക്ക് എന്നാലേ മൊത്തം ചുറ്റി കണ്ടാലോ? അതെ, മൊത്തം ചുറ്റി കാണാം. അപ്പുറം ആളെല്ലാം ഉണ്ടല്ലേ, ആ ഡയലോഗ് ഒഴിവാക്കി ഇങ്ങനെ തന്നെ പോവല്ലോ പരിപാടിയാ. നമുക്ക് ചുറ്റി കാണാം. ഓക്കെ, ഒരു ചായ കുടിക്കാൻ കയറിയതല്ലേ. ഇതിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് ആടെയാണ് പാർക്കുള്ളത്. പാർക്കിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഉള്ളൊരു ഷോപ്പാണ്. ചായ ഉണ്ട് ഇവിടെ. ഞായറാഴ്ചകളിൽ അധികം കടയുണ്ടാവും. അതെ, ഈ ഒരു ബിൽഡിങ്ങില്ലേ, ഈ ബിൽഡിങ്ങിൻ്റെ നേരെ മുന്നേ ഉള്ളത് പുഴയാ. ശരിക്കും ഈ ഒരു ബിൽഡിങ്ങിന് ലേക്ക് വ്യൂ എന്നല്ലേ ഇടാം അല്ലേ ഏട്ടാ? ശരിക്കും അതെ, സൂപ്പർ വ്യൂ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. എന്നാ റിവർ വ്യൂ എങ്കിൽ റിവർ വ്യൂ. ശരിക്കും ഒന്ന് ഇതാ എന്നാലോചിച്ച് നോക്കിയാട്ടെ.
ഒരു ചായയും കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ടല്ലേ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു ചായ കുടിക്കുക. ഒന്ന് പിടിക്കറായിട്ടായിരുന്നു ചായ പിടിച്ചോണ്ട് നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് മനസ്സമാധാനത്തിട്ടൊരു ചായ അല്ലേ. നമ്മൾ ചായ കുടിച്ചേ, നമുക്ക് നല്ലൊരു ചായ കുടിക്കാം. അവർ ഇവിടുത്തെ ഏട്ടൻ ചായ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കുടിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തേത്? നല്ല കുറച്ച് നേരം അവിടെ ഇരുന്നു, ഒരു ചായ എല്ലാം കുടിച്ചു, അതെ, കുറെ എന്തൊക്കെയോ സംസാരിച്ചു, കഥയും പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഇതാ തിരിച്ചു പോന്നു. നേരെ ഇരുട്ടാവാനായി, അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. അതെ, ഇന്ന് ആളുണ്ടല്ലേ? ആ, അത്യാവശ്യം നല്ല ആളുണ്ട്. എനിക്കൊന്നത് ഇവിടെ അധികം ഞായറാഴ്ച മാത്രം തോന്നുന്നു നല്ല തിരക്ക് വരുന്നത്. കാരണം നമ്മൾ ആ ചായ കുടിച്ച കടയിൽ നിന്ന് അവർ പറഞ്ഞായിരുന്നു ഞായറാഴ്ച മാത്രമേ അവിടെ കടികളൊക്കെ വെക്കാറുള്ളൂ എന്നുള്ളതിൽ. അപ്പോൾ ബാക്കിയുള്ള ദിവസം അധികം ആൾക്കാരില്ല. നാട്ടില് ഈ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ മാത്രം വന്നിട്ട് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ഈ പാർക്കിന്റെ കാര്യം ആദ്യമൊന്നും എനിക്ക് അറിഞ്ഞൂടേനു. ഇന്ന് അറിയുന്നത് ഇതിന്റെ പബ്ലിസിറ്റി കുറവാണോ അല്ലെങ്കിൽ ആക്സസ് കുറവാണോ ഈ പാർക്കിന്? പബ്ലിസിറ്റി അങ്ങനെ ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കേണ്ട പാർക്കല്ലല്ലോ. അതായത് ഈ ഒരു പഞ്ചായത്ത് ചുറ്റുള്ള കുറച്ച് പഞ്ചായത്തിലെ ആൾക്കാർക്കെല്ലാം വന്നിട്ട് ഈവനിങ് ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഉള്ള അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാം, എല്ലാരും വരുന്നുണ്ട് ഇപ്പൊ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലെല്ലാവരും വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അത്രയല്ലേ ഉള്ളൂ, ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്താനോ. അതെ, പക്ഷെ നല്ല നമ്മൾ ഇതുപോലത്തെ വേറൊരു സ്ഥലത്ത് സുധീർ പോവാറുണ്ട്. അതിനെയും കാട്ടിലൊരു നല്ലൊരു ഇത് കിട്ടിയിടാ അല്ലേ. അതെന്ന് വെച്ചാൽ അവിടെ കുറച്ചധികം ക്രൗഡ് ആയിരിക്കും, അതുകൊണ്ടാണ് അവിടെ ഉണ്ടാവില്ലേ. ഇവിടെ പിന്നെ അധികം ആൾക്കാരില്ല, അതുകൊണ്ട് നമുക്ക് മനസ്സമാധാനത്തിലിരിക്കാം. അതുകൊണ്ടാണ് എനിക്ക് നല്ലത് കിട്ടിയിട്ടുണ്ടാവുക. ശരിയാണ്. അപ്പൊ നമുക്ക് ഈ വ്ലോഗ് ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാം അല്ലേ? ഓക്കെ, എന്നാ അടുത്ത വ്ലോഗിൽ കാണാം. നന്ദി. ശരി, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി.